മുമ്പ് പറഞ്ഞതിൻ്റെ മസാല ചെത്തിക്കോരുന്നത്. മൻ സല്ലാ ഖൽഫ ജുനൂബിൻ ഔ മുഹ്ദിസിൻ, ഒരുത്തൻ നമസ്കരിച്ചു വലിയ ശുദ്ധിക്കാരൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ചെറിയ ശുദ്ധിക്കാരൻ്റെ പിന്നിൽ, വഹുവനാസിൻ, വലിയ ശുദ്ധിക്കാരനാണെന്നോ ചെറിയ ശുദ്ധിക്കാരനാണെന്നോ മഅ്മൂം അറിയുന്നോ? ഫലം യഅലം ഹുവ വലൽ മഅ്മൂമൂന, അറിഞ്ഞതേയില്ല ആരും ഹത്താ ഫറഗു മിന സ്വലാത്തി. എന്നാ അവിടെ എന്താ മസല സ്ഥാപിക്കേണ്ടത്? ഫസലാത്തുൽ ഇമാമി ബാത്തിലത്തുൻ, ഇമാം അടക്കൽ തന്നെ മാർഗം. വസലാത്തുഹും സഹീഹത്തുൻ, ഷാഫിഈ മാലിക്കി ഹംബലി. ഹൻഫിക്കാർ മടക്കണം എന്ന് ഉജൂബാക്കി അവർ നിർബന്ധിച്ച് കീർത്തിലിടുന്നുണ്ട്. ഇനി അത് വേറെ മസലയാണ്. നമ്മൾ അറിയിക്കണോ വേണ്ടയോ? ആരെങ്കിലും റുക്കുവിലാ മറ്റും തുടർന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ തന്നെ വേണം. അവർക്ക് നമസ്കാരം കിട്ടോ? ഫാത്തിഹ ചുമക്കൂലല്ലോ. സ്വന്തമായി ഫാത്തിഹ ഓതിയാളാണെങ്കിലല്ലേ അവർക്ക് ഇറക്കത്തുള്ളൂ. അപ്പോൾ വൈകി വന്ന് തുടർന്നവരുണ്ടെങ്കിൽ അബദ്ധം തന്നെയാണ്. അതുകൊണ്ടാണ് ഉണർത്തുന്നു. എല്ലാ ആളോടും ഉണർത്തിയിട്ടൊന്നും കാര്യമില്ല. മഅ്മൂമീങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു ചിന്തൻ്റെ ആവശ്യമില്ല. കാരണം ഒന്നുമില്ലാതെ ആളെ പിന്നിൽ അവർ വന്ന് നിൽക്കോ? ഓരത് അന്വേഷിക്കാൻ പാടില്ലല്ലോ. നീ ഒതു എടുത്തണോന്നാ ചോദിക്കും അല്ലേ? ശരിയായില്ലേ? കാല ഹനഫിയത്ത് പറയുന്നു മഅ്മൂമീങ്ങളും മാറ്റിയേ പറ്റുള്ളൂ. പറ്റൂല, മാറ്റണം. എല്ലാവർക്കും പോയി കേട്ടാ. ഇനി പുതിയൊരു രൂപം പറയട്ട. ഫൈൻ കാനൽ ഇമാമു ആലിമൻ ബിബുത്ലാനി സ്വലാത്തി, ഇമാമ് അറിഞ്ഞവനാണ് എന്നിട്ട് ഒളിപ്പിച്ചു വെച്ചതാണ്. മഅ്മൂമീങ്ങളെ പറഞ്ഞിട്ട് പറയില്ല. എന്നാല് ബാത്തലത്ത് സലാത്തുഹും അയ്ളൻ. കാരണം ഇവൻ നേരത്തെ മർദൂദാണ്. അപ്പൊ ഫകാന്നഹു ലം യുസല്ലി. മാലിക്കി മദ്ഹബ് ഒരു പുതിയ സിഗ്നൽ നമ്മളെ കാണേ, നമ്മളെ പോലത്തതല്ല അത്. ഒരേപോലെ നമ്മ എന്താ അറിയണ്ടി? നീ മറച്ചു വെച്ചതോ അല്ലയോ? ഞങ്ങൾ നിരപരാധികളാണ്, കൊണ്ട് മടക്കൂല എന്നാണ്. മാലിക്കി മദ്ഹബ് അങ്ങനെയല്ല പറഞ്ഞത്. നേരത്തെ പറഞ്ഞത് അവനും കൂടി മറന്നെടുത്താണ് എന്ന്. നേരെ മറിച്ച് ഇവൻ അറിഞ്ഞിട്ട് കബളിപ്പിച്ചതാണെങ്കിൽ ഓൻ അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഓൻ്റെ നമസ്കാരം തെറ്റിയതുപോലെ അതിൻ്റെ എഫക്റ്റ് ആയിരിക്കുമെന്നു മാറ്റണം. ലാ തബ്തുലു സലാത്തുഹും, മഅ്മൂമീങ്ങളുടെ നമസ്കാരം പൊളിയുകയില്ല, അതുകൊണ്ട് മാറ്റണ്ട. സവാഉൻ കാനൽ ഇമാമു ആലിമൻ അം ലാ, അറിഞ്ഞിട്ട് മറച്ചു വെച്ചാലും ശരി, അറിയാതെ വിട്ടുപോയാലും ശരി, മഅ്മൂമീങ്ങൾ നിരപരാധികൾ തന്നെയാണ്. ശാഫിഈ മദ്ഹബ്. തബത്തുൽ മുത്ലഖൻ ഹനഫി ലിർതിബാത്തി സലാത്തിൽ മഅ്മൂമി ബിസലാത്തിൽ ഇമാമി. മഅ്മൂമിന്റെ നമസ്കാരം എടുക്കപ്പെട്ടതാണ് ഏതിൻ്റെ മേലെ എന്ന് മാത്രമല്ല, ഇമാം ഓതുന്നത് കൊണ്ട് ആരും ഓതാൻ പാടില്ല എന്ന് വരെ പറഞ്ഞില്ലേ? ഫാത്തിഹ ഓതാൻ അധികാരം കൊടുത്തണോ? പിന്നെ അത്ര കണക്ഷനാന്ന് പോലും. അപ്പൊ ഇമാമിൻ്റെത് പൊട്ടുമ്പോൾ ആർക്കും സ്വാമേധികമായിട്ട് ആർക്കും പൊട്ടും. മഅ്മൂമീങ്ങൾ മാറ്റണ്ട എന്നതിന് തെളിവ് അആദ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വഅദഹു വസലാത്ത ലിൽ മുഖ്തദൂൻ വലാ അമറഹും ബിഇആദത്തി സ്വലാത്തി. കഴിഞ്ഞിട്ടുണ്ടല്ലോ. അവർ ഹനഫിക്കാർ ബസറാക്കൊള്ളി കൊണ്ടുവന്നത് വഫീ റിവായത്തി യഹ്യ ഇബ്നു സഈദ്, അതേ സംഭവത്തിൽ അല്ലാമ യഹ്യ ഇബ്നു സഈദിന്റെ റിവായത്ത് അലാ അന്നഹു സ്വല്ലാ ബിന്നാസി ഉമർ ഇബ്നുൽ ഖത്താബ് സ്വല്ലാ ബിന്നാസിൻ. ഇപ്പം എന്തായി? ജനങ്ങളെയും കൂട്ടിക്കൊണ്ടാണ് യാദത്താക്കിയത്. എന്തോ അങ്ങനെ ഒരു തോണ്ടൽ കിട്ടിപ്പോയി.
നോക്കിയില്ലേ? നോക്ക് സല്ലാ ബിന്നാസീൻ. ആ റിവായത്ത് അവർ നേരെയാക്കി പിടിച്ചുകൊണ്ട് കണ്ടാ. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് വെള്ളത്തിൻ്റെ അടുത്ത് പോയി അവിടെ നിന്നാണ് കുളിച്ചതും തുണി തിരുമ്പിയതും അറിഞ്ഞില്ലേ? ആ വെള്ളം റദ്ഹാൽ എന്ന വെള്ളം, ഒരു ചിറവക്ക് റദ്ഹാൽ. ഈ ഹദീസിൽ എന്തെല്ലാം തെളിവുണ്ട്? മനിയൻ നജസാണ് എന്ന് തെളിയിക്കുന്നവർ പഞ്ച ദലീലുകളെ കൊണ്ട് സ്ഥാപിച്ചു എന്നാണ്. 5 ദലീൽ ഇതിൽ നിന്ന് പിടിച്ചെടുത്തിട്ട് അവർ സ്ഥാപിച്ചു. ഇനി താഹിറാണെന്നുള്ളത് നിങ്ങൾ വേറെ ദലീൽ കാട്ടിക്കോ. ഇവർ പറയാനുള്ള ദലീൽ മനിയ നജാസത്താണ്. അന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അലക്കിയില്ലേ? കുളിക്കാൻ പോയാലോ? ഇതിന്റെ താഹിർ എന്താ? നിങ്ങൾ പറഞ്ഞതല്ലേ നമ്മൾ അയച്ചതാന്നല്ലോ. അത് നിങ്ങളെ ദലീൽ. മനിയ നജസാണ് എന്ന അഭിപ്രായം തന്നെ ഇല്ലേ? മദ്ഹബുണ്ട്. ഉണ്ട്. മനിയ നജസാണ് എന്ന് വാദിക്കുന്നവർക്ക് ഇതൊക്കെ പറയാനുണ്ടാകല്. പിന്നെ നമസ്കാരം പിന്തിച്ചില്ലേ? തുണി തിരുമ്പിച്ചിരുന്നവരെ ഒരു സ്റ്റൈലിന് വേണ്ടി കഴുകിയതാണ് നമസ്കാരം. ഇത്ര പിന്തിക്കോ? ഇല്ല, ഇത്ര സമയം പെയ്താലും ഞാൻ തിരുമ്പിയിട്ടേ വരുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞ്. അലക്കാൻ നിന്നല്ലോ, സമയം കുറയായി മതിയാക്കുന്ന് പറഞ്ഞിട്ടു. പിന്നെ അംർ ഇബ്നുൽ ആസ് കൽപ്പിച്ചല്ല, വേറെ തുണി തരാതെ അഴിട്ടെ, തിരിച്ചു പോകുമ്പോൾ എടുക്കാന്ന്. തുണി നല്ലതുണ്ട് എന്നിട്ട് നിന്നാ ഇല്ല. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുകയും ചെയ്തില്ലേ, തുണി ഇപ്പോൾ എനിക്ക് തരാനുണ്ടാവും, എല്ലാ ജനങ്ങളുടെ അടുത്തും ഇതേപോലെ കൊടുക്കാൻ തുണി ഉണ്ടാവോ? അപ്പോൾ ഇതൊരു പാഠമാക്കണ്ടേ കഴുകല്? എല്ലാ ജനങ്ങളുടെ അടുത്തും ഇതേപോലെ മാറ്റു തുണിയുണ്ടോ? പിന്നെ ഇഗ്സിൽമാറായിത്താന്നില്ലേ? അഗ്സിലുമാർ നീ കഴുകണം, നീ കണ്ടത് അഗ്സിലുമാറായിത്താന്ന് ഇതിൽ വരുന്നുണ്ട്. എന്നുണ്ടോ? കണ്ടതെല്ലാം കഴുകാൻ കൽപ്പിച്ചില്ലേന്ന്. ഇനി അതിൽ ചോദിച്ചോളണം. അഗ്സിലുമാറായിത്തു വരുന്നത്ര അത് വരും. മാലിക്കുൻ അതേ വരുന്നത്. മാലിക് റളിയല്ലാഹു തആല അൻഹു റിവായത്ത് അൻ ഹിശാം ഇബ്നു ഉർവ അൻ നബീഹി അവരുടെ പിതാവായ ഉർവയെ തൊട്ട് അൻ യഹ്യ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹാത്തിബ്, യഹ്യ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഹാത്തിബ് എന്നവർ തൊട്ട് അന്നഹു യഹ്യ എന്നവർ ഏതമറ ഉംറ ചെയ്തു ഉമർ ഇബ്നുൽ ഖത്താബ് ആരോടൊപ്പം? ഫീ റക്ബിൻ റാകിബുൻ ജമ റക്ബ് സംഘത്തിൽ. ഫീഹിം അംർ ഇബ്നുൽ ആസ് ഹസീനല്ല യാത് കട്ടിങ്ങാണ്, ദോഷി എന്നർത്ഥമല്ല, അത് വേറെ മാനയാണ്. ആ കൂട്ടത്തിൽ ആരുമുണ്ട്? അംർ ഇബ്നുൽ ആസ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിശ്ചയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അർറസ രാത്രിയുടെ അവസാനത്തിൽ വിശ്രമത്തിനിറങ്ങി ബിബഅദി ത്വരീഖി ഖരീബൻ മിൻ ബഅദിൽ മിയാഹി റദ്ഹായിൽ, ഒരു വെള്ളത്തിൻ്റെ അടുത്ത് പാതിരാ സമയത്ത് ഇറങ്ങി ഓട്ടം മതിയാക്കി വിശ്രമം. ഫഹ്തലമ ഉമറു, അവിടെ 3 മണിക്ക് ഉറങ്ങിയപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് സ്ഖലനമുണ്ടായി. ഫഖദ് കാദ യുസ്ബിഹ ആയി. ഫലം യജിദ് മഅ റക്ബി മാഅ, വാഹനക്കാരുടെ കയ്യിൽ എന്തില്ല? വെള്ളം ഇല്ല. ഫറകിബ, അവർ വീണ്ടും സഞ്ചരിച്ചു. ഹത്താ ജാഅൽ മാഅ, അതാണ് നേരത്തെ നോക്കിയതല്ല, കുറച്ച് ഓടി നോക്കുമ്പോഴേക്ക് ഒരു ചിറവക്ക് കിട്ടി. ഫജഅല യഗ്സിലു മാറാ മിൻ ദാലികൽ ഇഖ്തിലാഫ്, ഫജഅല ആരംഭിച്ചു. വതർകു അൻ മാദി ശുറൂഇ വാജബ കാൻസ അസ്സായിഖു യഹദു വതഫി കദാ ജഅതു വഅഖൽതു വഅലിഖ്. അന്ന് വേണ്ട, ആരംഭിച്ചു ആക്കിന്നല്ല,
ഷുറൂഇന്റെ ഫീലിൻ്റെയോടൊപ്പം അന്ന് വേണ്ട കാൻ ഷഹസായി യഹ്ദു പാട്ട് പാടിയിട്ട് ഓടിച്ചു വാ തഫീഖ് അതാ ചേർത്തു അതെല്ലാം ആരംഭിച്ചു എന്നർത്ഥം. ഹത്താസ്പറ നല്ലോണം വെളിച്ചം കണ്ടു. ഉദയത്തിന് 15 മിനിറ്റേ ഉള്ളൂ പോലും. അത് അസ്ഫറ 3/4 മണിക്കൂറായി പങ്കെടുത്തിട്ട് എഴുത്ത് വായിക്കാൻ കഴിയുന്ന കതറായി. ഖത്താബിന്റെ നേരെ ഒരു സൈറൺ ആര് മതിയാക്കേ സബീഖായി അസ്ബഹത നേരം വെളുത്ത് കുറേയായി. തുണിക്ക് പകരം തുണി നമ്മളുടെ കയ്യിലുണ്ട്. ആ തുണി അവിടെ ചാടിയ അതിൽ നിൽക്കും. മതിയാക്ക് തുണി തിരുമ്പലെല്ലാം മതിയാക്ക്. തുണിക്ക് പകരം നല്ല ഫ്രഷ് തുണി ഇടുന്നുണ്ട്. പ്രത്യുത്തരം ചെയ്തു വാവിട്ടിട്ട് പറയണല്ലോ, മേലോട്ട് അൽഫും കിട്ടണല്ലോ. വാജബന്നല്ല വാജബാലക യബ്നല്ലാസി അമ്രുമല്ലാസി നിങ്ങളുടെ കാര്യം അത്ഭുതം. ലൈംഗുന്ത തജിദു സിയാബൻ അഫകുല്ലുന്നാസി യജിദു സിയാബൻ. നിങ്ങൾ പകരം തരാൻ തുണി എത്തിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള ജനങ്ങളെല്ലാം ഇതേപോലെ തുണി എത്തിക്കുമോ? ലോകാവസാനം വരെ ഒരു വിധി വേണ്ടേ? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ലൗ ഫഅൽതുഹാ തുണിയുടെ ചാടിയിട്ട് നിങ്ങളുടെ തുണി ഞാൻ സ്വീകരിച്ചാൽ ലകാനത് സുന്നത്തൻ അത് പിന്നെ നടപ്പിൽ വരും. ജനാവത്തായ തുണി ചാടണോ? ബൽ അഗ്സിലു മാ റഅയ്തു അതാ അഗ്സിലു മാ റഅയ്തു ഞാൻ കഴുകട്ടെ ഞാൻ കണ്ടത്. നേരത്തെ പറഞ്ഞില്ല 5ാം തെളിവ് അഗ്സിലു മാ റഅയ്തു. പിന്നെ അല്ലാഹു അല്ലാഹു രണ്ടും സഹീഹാണ്. ഞാൻ കുറച്ച് കോരിത്തെരിപ്പിക്കും. കാണാതർത്ത് ഇങ്ങനെ ബോർഡ് പോലെ ഉണ്ടെങ്കിൽ എന്താക്കും? അവിടെ എന്നാൽ വലിയ ഇഷ്കാലാകാനില്ലല്ല. അവിടെ കുടയിലൊന്നും നിർബന്ധമില്ല. എന്നാലും വിശ്വാസം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ ഇത് മൂക്കട്ടയാണോ അല്ല മനി തന്നെയാണോ എന്ന് വയ്യ പരതാൻ നിൽക്കൂ. അതുകൊണ്ട് അവിടെയും കൂടി ഞാൻ എന്താക്കും? അല്ലാഹു അല്ലാഹു രണ്ടും അസഹായവായ തന്നെ. കാലയഹിയ എന്നൊരു ചോദ്യോത്തരം. ഇറങ്ങീന് പോലും കുറേ വിട്ട് ഇറങ്ങീന് പോലും മനി കാണുന്നു പോലും. എന്നാൽ ഈ ഇറങ്ങിയത് മുഴുവനും മാറ്റി നമസ്കരിക്കണമെന്നാ അല്ല അവസാനം ഇറങ്ങിയതോ? ആ മസല എൻ്റെ മസല ഇറങ്ങി എണീച്ച് വിരിപ്പിൽ എന്ത് കണ്ടു? മനീൻ്റെ അടയാളം. എന്നാൽ എന്താ വിധി? എന്താ പറയുന്നേ? യഹ്യബിൻ യഹ്യ ലൈസി പറയുന്നു ഖാല മാലിക്കുൻ ശൈഖുനാ മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഫീ റജുലിൻ വജദ ഫീ സൗബിഹി അസറ ഇഹ്തിലാമിൻ തുണിയിൽ എന്ത് കണ്ടു? പിക്ചർ കണ്ടു. വലാ യദ്രി മതാ കാന എപ്പോഴാണ് ഈ ഉറ്റിയത് അറിയോ? വലാ യദ്രി ഫീ മനാമിഹി കിനാവിൽ എന്തെങ്കിലും സ്വപ്നം കണ്ടായിട്ട് ഓർമ്മയുണ്ടോ? ഈ ഉറക്കിൽ അങ്ങനത്തെ യാതൊരു ഓർമ്മയില്ല. ജിമാ ചെയ്യുന്നതായിട്ടോ റിക്ലിയാകുന്നതായിട്ടോ എന്തെങ്കിലും ഉണ്ടോ? പരിപൂർണമായി ഉറങ്ങി എണീച്ചത് മാത്രം. കാല ലിയഗ്തസിൽ മിൻ അഹദസിൻ ഔ മിൻ നാമഹു ഏറ്റവും അവസാനം എപ്പോഴാണോ ഉറങ്ങിയത് അതിന് വേണ്ടിയിട്ട് എന്താക്കിയാൽ മതി? കുളിച്ചാൽ മതി. ആ നമസ്കാരവും മാറ്റിയാൽ മതി. അല്ലാണ്ട് എന്ത് വേണ്ട? ഇത് കഴിഞ്ഞ കൊല്ലേ ഉണ്ട് എന്ന് വെച്ചിട്ട് അന്ന് മുതലേ ഉള്ളത് മാറ്റാൻ നിൽക്കണോ? ഏറ്റവും അവസാനത്തെ ഫൈൻകാന കത് സല്ല ബഅദ നൗമി ആ ഉറക്കിന് ശേഷം നമസ്കരിച്ചത് ഫൽയുഇ മാ കാന സല്ല ബഅദ നൗമി ആ അവസാനത്തെ ഉറക്കിന് ശേഷമുള്ള ഒരേ ഒരു നമസ്കാരം എന്താക്കിയാൽ മതി? അടുന്നു മുതലാണ്
തലക്കുന്നേ വന്നാ നിൽക്കണ്ട. എന്താ ഇങ്ങനെ ആകാൻ കാരണം? ഇന്ന് അജിലി അജലല്ല, ഇന്ന് അജിലി അജബ്തുഹു മുസ്രിയൻ ഇൻ അജിലി ദഅവതിഹി എന്നല്ല, അജിലി അന്ന റജുല റുബ്ബമ ഇഹ്തലമ. എത്രയോ പ്രാവശ്യം ഇഹ്തിലാമാകലുണ്ട്, പക്ഷേ വലാ യറാ ശയ്യൻ, ഊറ്റലുണ്ടോ? ഇല്ല, ഒന്നുമില്ല. വയറാ വലാ യഹ്തലിമു, എത്രയോ സ്വപ്നത്തിൽ സംയോഗം ചെയ്യുന്നതായി കാണാറുണ്ട്, അന്നേരം എന്തില്ല? അന്ന റജുല റുബ്ബമ ഇഹ്തലമ വലാ യറാ ശയ്യൻ. ആദ്യം പറഞ്ഞത് എത്തിനാം കൂടെ കാണുന്നത്. എന്താണ് രാത്രി സംഭവിച്ചത്? എന്തെങ്കിലും സ്വപ്നമോ ഓർമ്മയോ ഉണ്ടോ? അങ്ങനെയുണ്ട് ജനങ്ങൾ. പിന്നെ വയറാ വലാ യഹ്തലിമു, ഇല്ല, സ്വപ്നം കാണുന്ന എത്തിലാമില്ല. അഞ്ഞാട് ജനമിന് നല്ല കെട്ടുറപ്പുള്ളവർക്ക് അങ്ങനെ ഉണ്ടാവും, ഒന്നുമില്ല. അപ്പൊ എങ്ങനെയോ മനസ്സിൽ എന്തെല്ലാം ദുർവിചാരങ്ങൾ വന്നുപോയോ, അതിന് ഗുളിക നിർബന്ധാക്കണ്ടി. അതുകൊണ്ട് നിയമം വെക്കുന്ന ഫൈദ വജദ ഫീ സൗബിഹി മാഗൻ ഫഅലൈഹിൽ ഗുസ്ലു. എന്താണ് അടയാളം കണ്ടാൽ എന്താക്കൽ? കുളിക്കാനുള്ള വെള്ളം കണ്ടായിരുന്നല്ല. അത് എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഉദാഹരണം എപ്പോൾ ഉണ്ടായി, അതൊന്നും നോക്കണ്ട. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താക്കൽ തന്നെ വദാലിക, അതിന് തെളിവ് അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആദ മാ കാന സല്ല ലിആഖിരി നൗമിൻ നാമഹു അല്ലാതെ വലം യുഇദ് മാ കാന ഖൗലഹു. ഏറ്റവും അവസാനം കണ്ടത് മാത്രമേ ഇതിനു മുമ്പ് നമ്മൾ മഞ്ഞ് കണ്ടോ ഇല്ലയോ എന്നൊന്നും ഓർമ്മയില്ലല്ലോ. അങ്ങനെയല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് ആക്കിയത്, ഒരു നമസ്കാരമല്ലേ എന്താക്കിയിട്ടുള്ളൂ. പക്ഷെ സാധ്യത ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ആവർത്തിക്കൽ സുന്നത്താണെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാധ്യത ഇതിന് മുമ്പേത്തതാകാൻ, എന്നാൽ അതും കൂടി ഉൾപ്പെടുത്തിയ കഥാവിട്ടൽ എന്താണ് അല്ലേ? ഇനി ഒരു പുതിയ ചോദ്യ ഉത്തരവ്. പുരുഷന്മാർക്കാണ് സാധാരണ ഇഹ്തിലാം, 4 ഭാഗത്തും തെറിക്കൽ. ആർക്കില്ല? സ്ത്രീകൾക്ക് വളരെ 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 നാദിറാണ്. ഇതെല്ലോ ആയിട്ട് ഇങ്ങനെ ശീതം കയറാമെന്നല്ലാണ്ട് അവർക്ക് ഇഹ്തിലാം പുറത്തേക്ക് ചാടലില്ല. അതുകൊണ്ട് ഒരു ചോദ്യം ഉമ്മു സലമ ബിബി, സ്വപ്നത്തിൽ ഇതെല്ലോ കണ്ടിട്ട് ഇന്നറിയാൻ തെറിച്ചു പോയാൽ കുളിക്കണോ വേണ്ടയോ? പുരുഷന്റെ മാതിരി തന്നെയാണോ അല്ലയോ? ഗസ്ലുൽ മർഅത്തി, സ്ത്രീ കഴുകൽ നിർബന്ധമാണ് എന്ന് പറയുന്നതിൽ പറയുന്ന ബാബ് ഇദാ റഅത്ത് ഫിൽ മനാമി മിസ്ലമായ റജുലു, പുരുഷന് എന്തെല്ലാം ജിമായ സംബന്ധമായത് കാണുന്നുവോ അതുപോലെ ആര് കണ്ടു? അങ്ങനെ കണ്ട് അങ്ങനെ ഉറ്റുകയും ചെയ്തു. ആര്? എന്നാല് അപ്പൊ ഇഹ്തിലാം കൊണ്ട് കുളിക്കല് പെണ്ണിന് നിർബന്ധമുണ്ടോ അല്ല പുരുഷന് മാത്രമാണോ? എന്താ വിധി? നിർബന്ധം തന്നെയല്ലേ പനി കണ്ടാല്. പക്ഷെ ചോർന്നളിക്കല് പൊതുവെ സർവ്വസാധാരണമായിട്ട് ആയിരിക്കില്ല. അതുകൊണ്ട് മാപ്പ് നൽകിയെന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. വല്ല കാരണത്താലും അങ്ങനെ ഒരു ആവേശവും ഒരു തെറിക്കലും ഉണ്ടായതെങ്കിൽ പനീൻ്റെ അടയാളം കണ്ടെത്തിപ്പോയാൽ ഒരു ഖത്രത്തെങ്കിലും കിട്ടിയാൽ വേണം. മാലിക് ഇമാം റിവായത്ത് ഇബ്നു ശിഹാബ് സുഹരി ഇമാമിനെ തൊട്ട് ഉർവത്ത് ബിൻ സുബൈർ, സുഹരി ഇമാമ് ആരെ തൊട്ട്? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു. അന്ന ഉമ്മ സുലൈം അനസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മ ഉമ്മു സുലൈം ബീവി, സലീം അല്ല സുലൈം, ഖാലത്ത് ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റസൂലല്ലാഹ് അൽ മർഅത്തു, ഒരു പെണ്ണ് തറാഫിൽ മനാമി, ഉറക്കത്തിൽ കാണുന്നു, മിസ്ലമായ റജുലു, പുരുഷൻ കാണുന്നത് പോലെ അങ്ങനെ സ്ഖലനം ഉണ്ടാവുകയും ചെയ്തു. ആ സ്ഖലനം കാണാനുമുണ്ട്, തുണിയിലും മുണ്ടിലും ശരീരത്തിലും. അത്തഗ്തസിലു, കുളിക്കണോ വേണ്ടയോ? കുളി നിർബന്ധമാണോ അല്ലയോ? ഫഖാല ലഹാ റസൂലുള്ളാഹി നഅം
ഫൽതഖ്തസിൽ, കുളിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇതാ റഹത്തിൽ മാകാന്നുണ്ട് എന്നാ കൈതുണ്ട്. മനീയെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ എന്താക്ക് കുളിക്കുക തന്നെ വേണം, ഒരു നിലക്കും വിടൂല. ഇതെപ്പോഴാണ് ഉറ്റിയത്? എപ്പോഴാണ് ഈ ഉദാഹരണം ഉണ്ടായത്? എപ്പോഴാണ് ഈ ആവേശം പൊന്തി വന്നത്? ഇന്നൊന്നും നോക്കണ്ട. ഇതാ റഹത്തിൽ മാന്ന് കൈത് അടുത്ത ഹദീസിൽ കൊടുക്കുന്നുണ്ട്. വെറും സ്വപ്ന കണ്ടതിന്റെ പേരിൽ കുളിക്കാനല്ല പറഞ്ഞത്. ഉമ്മു സുലൈം ബീവി ചോദിക്കാൻ എന്ത് കാരണം? നമ്പർ 1 ക്വസ്റ്റ്യൻ സാലത്ത് നുസൂലിൽ മായി മിനൽ മർഗത്തി. ജവാബ് എന്താണ്? സ്ഖലനമുണ്ടാകൽ വളരെ 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 നാദിറാണ്. ആർക്ക്? അപ്പോൾ സ്ത്രീകൾക്ക് ആ വിധിയില്ലായിരിക്കും. ഫർജിൽ അസ്ബ കടന്നാലായിരിക്കും കുളി. എപ്പായിരിക്കൂല? ആ ചോദിച്ചത് ലാ ഖിലാഫ ഫീ വുജൂബിൽ ഗുസ്ലി അൽ മർഗത്തി മിൽ ഇൻസാലി ഫിൽ മനാം ഇത്തഫഖൽ അയിമത്തു നാം വലുമ്മത്തു. എന്താ വ്യത്യാസമൊന്നുമില്ല. ഇല്ല. മുസ്ലിം ചോദിച്ച ചോദ്യം റാഫിമ ഉദ്ധരിച്ചത്. മുസ്ലിം ചോദിച്ചത് യാ റസൂലല്ലാഹ്, റിവായത്ത് മഹല്ലിൽ മർഗത്തി മൗൻ, സ്ത്രീകൾക്ക് അങ്ങനെ വെള്ളം ധരിക്കാറുണ്ടോ? സ്പ്രേ ചെയ്യാറുണ്ടോ? ഫഖാല ഹുന്ന ശഖായിഖുർ റിജാൽ, പുരുഷന്മാർക്ക് തുല്യമായവർ തന്നെയല്ലേ, പുരുഷന്മാരുടെ പിളർപ്പ് തന്നെയല്ലേ. ആര്? അഹമ്മദ് മെമ്പർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. സൃഷ്ടിപ്പിൽ ആരെ പോലെയാണ്? പുരുഷനെ പോലെയാണ് എന്നർത്ഥവും കൊടുത്തിട്ടുണ്ട് റാഫിമ. ഫിൽ ഖൽഖീൻ, സൃഷ്ടിപ്പ് പുരുഷന്റെ മാതിരി തന്നെയാണ്. ആരുടേതും ബലഹീനത ജാസ്തിയുണ്ട് എന്നല്ലേ വരുള്ളൂ. ഫഖാലത്ത് ലഹ ആയിഷ, ഫഖാലത്ത് ലഹ ആയിഷത്തു, ഇത് കേട്ടപ്പോൾ ആയിഷ ബീവി ചോദ്യം ചെയ്തു. ആരോട്? ഉഫില്ലക്കി എന്തായി പറയുന്നു? എവിടുന്ന് എന്തോ കേട്ടിട്ട് പറയാൻ നിൽക്കുന്നു. ഉഫില്ലക്കി, ഉഫില്ലക്കി 10 ലോകത്താണ് അവിടെ ഉള്ളത്. ഒന്ന് ഉഫ, 2 ഉഫൻ, 3 ഉഫു, 4 ഉഫുൻ, 5 ഉഫി, 6 ഉഫീൻ. എളുപ്പമുണ്ട്. 10 വന്ന് കസറ് വെക്കാൻ, ഉറപ്പിച്ച് നിർത്താൻ, എന്നിട്ട് മബിനിയാക്കിയിട്ടും തൻവീൻ കൊടുത്തിട്ടും. ഇപ്പം എത്ര എണ്ണായി? 6 എണ്ണം. പിന്നെ 7 ഇഫ, 8 ഉഫ്, ഉവ് എന്ന് പറഞ്ഞ പോലെ. 9 ഉഫീ, 10 ഉഫ്, 10. ഇതിൽ നിന്ന് ഏറ്റവും ലോകപ്രസിദ്ധമായ ലോകത്തേതാ? 6-മത്തത്. എന്താണ്? ഉഫിൻ. ഖുർആനായത്ത് അങ്ങനെയല്ലേ? വലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഉഫിൻ. എന്ത് തോന്നിയാസായി പറയുന്നു. വഹൽ തറാ ദാലിക്കി അൽ മർഗത്തു, ദാലിക്കി എന്നാ കിതാബ്. പെണ്ണെ, ഇങ്ങനെ ഒരു മനി കാണലുണ്ടാവുമോ പെണ്ണിന്? വഹൽ തറാ ദാലിക്കി അൽ മർഗത്തു, പെണ്ണിനോട് ചൂണ്ടി പറയുമ്പോൾ കീന്നാക്കുകയല്ല. ഫഖാല ലഹാ റസൂലുള്ളാഹി, ഈ തർക്കം കേട്ടിട്ട് ആര് പറഞ്ഞു വന്നു? ഞാൻ പറഞ്ഞു കൊടുത്തത് തന്നെയാന്ന് വിളിക്കണം എന്ന്. നീ പിന്നെ കെട്ടിപ്പറയുന്നു. പിന്നെ തരിവത്തിയ മീനുക്കി, നിന്റെ കൈ മണ്ണി കുത്തിപ്പോണം, നീ തൊലഞ്ഞു പോകണം എന്ന്. നിന്റെ ഹലാക്ക്. മമിന്നൈനായ കൂനു ശിബുഹു, പിന്നെങ്ങനെയാണ് ചില കുട്ടികൾ ഉമ്മാനോട് സാദൃശ്യം വരുന്നില്ലേ? അത് ആരെ മനീ തീർച്ച കൊണ്ടാവും? ഒരു പുരുഷന്റെ മനീ കൊണ്ട് കുട്ടിയാവോ? സമർത്ഥിച്ച് തെളിയിച്ചു കൊടുത്ത്. ശിബ് ശബഹ്, ബദല് ബിദിൽ, തുല്യത. ഉമ്മാനോട് തുല്യത വന്നത് എങ്ങനെയാണ്? അൽക്കി ഈ ദൗജത്തിന്റെ നുതുഫത്ത് അധികരിക്കുകയോ മുൻകടക്കുകയോ ചെയ്താൽ കുഞ്ഞ് അതേപോലെയായി വരും.
ഒന്നിക്കൽ ഗലബത്താവലി അളവ്, അല്ലെങ്കിൽ സാബിക്കാവലി. എന്നാൽ കോലത്തിൽ വരും. പെണ്ണിൻ്റെ അതേ സ്റ്റൈലാണ് മക്കൾക്ക് ഉണ്ടാകും, ഉപ്പാൻ്റെ അസലല്ല. ഇത് പറഞ്ഞാലും കൂടെ ആരും അടങ്ങിപ്പോയി, അടങ്ങി ഒതുങ്ങിപ്പോയി. ഈ സംഭവം നോക്ക്, ഫഖാലത്തിലെ ആയിഷത്തു എന്നാ പറഞ്ഞത് അല്ലേ? ബുഖാരി റിവായത്ത് ചെയ്തത് എന്താ? ഗത്തത്ത് ഉമ്മു സലമ വജിഹ വഖാലത്ത് അവ തഹ്തലിമുൽ മർഅത്തു. നമുക്ക് ഇവിടെയൊക്കെ സംഭവം വേറെന്തെല്ലാം ഉണ്ട്. ഇത് പറയുന്നത് ഉമ്മു സലമ ഉമ്മു സുലൈം ബീവി നേരിട്ട് കേട്ടിട്ട് വന്ന് അല്ലേ? ഈ സംഭവം എങ്ങനെയാന്നാ? ഗത്തത്ത് ഉമ്മു സലമ വജിഹ എന്നാണ്. അവിടെ പങ്കെടുത്ത ഉമ്മു സലമ നേരിട്ട് ഉത്തരം കിട്ടിയാലും മുഖം മൂടി. എന്നിട്ട് വക്കാലത്ത് അവ തഹ്തലിമുൽ മർഅത്തു, പെണ്ണിനങ്ങനെ മനീതെറിക്കലുണ്ടോ? ബുഖാരി റിവായത്ത് ചെയ്തു. ഇൻകാർ വന്നത് ആയിഷ ബീവിയെ തൊട്ടാണ് മൊത്ത കൊടുത്തത്. എന്ത് വകയിൽ ഇൻകാർ വന്നു? പറ. അങ്കറത്ത് ഹാ ലിയന്നഹാലം തൊയലം ലിയന്നഹാലം തയലം ലിനദ്റത്തിഹാ ഫിന്നിസായി മാ ഹദാസത്തി സിന്നി ആയിഷ. സ്ത്രീകൾക്ക് അങ്ങനെ മുത്തുപത്ത് തെറിച്ച ചരിത്രവും ഇല്ല. പിന്നെ ഈ ആയിഷ ബീവി വളരെ 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 ചെറുതാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യം വന്നത്. പിന്നെ വേറെ അതിന് ചരിത്രമുണ്ട് പോലും ഈ ചോദ്യം വരാൻ. എത്തിലാമ് സ്ത്രീകൾക്ക് വരൂല എന്നല്ല പോലും, നബിതങ്ങളുടെ ഭാര്യമാർക്ക് അങ്ങനെ എത്തിലാം എത്തും. ലായദ്ദായി നഫിയ മുത്തലഖിൽ എത്തിലാം വലായദ്ദായി മന്നു കോയിയൻ മുന്ന യംതനിയോ. നബിതങ്ങളുടെ ഭാര്യമാർ പരിശുദ്ധന്മാരാണ്. അവരുടെ ഹൃദയത്തിൽ അള്ള എന്നുള്ള ഓർമ്മയല്ലാതെ ഉണ്ടാവില്ല. ഏതെങ്കിലും പുരുഷന്റെ ചിത്രം അവരുടെ മനസ്സിലേക്ക് കയറി വരില്ല. ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ്, മുസ്ലിം സമുദായത്തിന് ആദരവാക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു. അല്ലാഹു തആല പിശാചിനെ കയറ്റിവിടൂല ആരുടെ നേരെ. പിന്നെങ്ങനെയാ അവർക്ക് ഉണ്ടാകല്? അവർക്ക് വത്ത് ചെയ്യലല്ലാതെ ഇങ്ങനത്തെ ഒരു രൂപം വരോ? എത്തിലാം അങ്ങനെയല്ലേ ഉണ്ടാകല് എന്ന് ചിന്തിച്ചു കൊണ്ട് പറഞ്ഞതാകാം അവർ നിഷേധിക്കാനൊരുങ്ങിയത്. അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ പൈശാചിക ചിന്താഗതികൾ ഉണ്ടാവുക ഇല്ല. തഹൂറായ ഹൃദയക്കാരല്ലേ. അപ്പം അവർക്ക് മഹാലാണ് എന്ന് തോന്നിപ്പോയതും ആകാം, അവർ ബീവിമാരായത് കൊണ്ട് അല്ലേ? മാലിക്കുൻ അനിഷാം ബിൻ ഉർവത്ത അന്നബീഹി അൻ സൈനബ് ബിൻതി അബീ സലമ. അല്ല, ഇതുവരെ ചോദിച്ചത് തീർന്നിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഒരു റിവായത്ത് പറയുന്നുണ്ട് ഇതേ ചോദ്യം. ആ സമയത്ത് ആയിഷ ബീവി അവിടെ സന്നദ്ധമായിരുന്നു എന്ന് മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇൻകാറുണ്ടായത് ഉമ്മു സലമയാണ്. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസിൽ പറയുന്നുണ്ട് ഇൻകാറുണ്ടായത്. അസഹീഹു ഉമ്മു സലമയിൽ നിന്നാണ് ഇൻകാറുണ്ടായത്, ആയിഷ ബീവി അല്ല ഇൻകാറാക്കിയത് എന്ന് മുഹദ്ദിസീങ്ങൾ പറയും. കാനത്താ ഹാദിറത്തൈനീന്ന് രണ്ടാളുണ്ട്. ഉമ്മു സലമൻ്റെ ഹദീസ് വരുന്നേ ഉള്ളൂ. ഉമ്മു സലമൻ്റെ ഹദീസ് രണ്ടാളും ഹാജറുണ്ട് ഖളിയാദ് പറയുന്നു. നബി ഇമാം ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, അസ്കലാനി ഫതുൽ ബാരിയിലും പറഞ്ഞു രണ്ടാളും ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയും ഉമ്മു സലമയും എല്ലാവരും ഈ സംഭവത്തിലുണ്ട് എന്നാണ് ശറഹുൽ മുഅദ്ദബിൽ കേട്ടാ. പക്ഷേ മുഅ്തമദാക്കുന്നത് അന്ന അനസൻ ലം യഹ്ദർ അൽ ഖിസ്സ, അനസ് റളിയല്ലാഹു അൻഹു ഇതിൽ പങ്കെടുത്തിട്ടില്ല. ഒരു ഉമ്മു സുലൈമിൽ നിന്ന് പഠിച്ചുണ്ടാക്കിയതാണ്. ഉമ്മയിൽ നിന്ന് പങ്കെടുത്തത് ഇവരെല്ലാം തന്നെയാണ്. ആരില്ല? സഹീഹ് മുസ്ലിം മിൻ ഹദീസ് അനസ്. അതുപോലെ അഹ്മദ് ബിൻ ഹംബൽ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്നു ഉമർ തങ്ങളുടെ ഹദീസ് അസ്കലാനി ഇമാം കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എണ്ണി 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 പറഞ്ഞിട്ടുണ്ട് കേട്ടാ.